അപ്പം ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറയുന്നത് ദേവൻ്റെ നാളായിട്ടും നമ്മൾ ആഘോഷിക്കുന്നു, ജന്മനാളാണ്. അപ്പം അതുപോലെ തന്നെ കല്യാണം നടന്ന പാർവതീദേവിയെ ശിവഭഗവാൻ പാർവതീദേവിയെ കല്യാണം കഴിച്ച ദിവസമാണെന്നും പറയുന്നുണ്ട്. അപ്പം നമ്മൾ സ്ത്രീകളുടെ ഉത്സവം കൂടിയാണ് അന്നത്തെ ദിവസം. അപ്പം നമ്മൾ വ്രതം നോക്കി അമ്പലത്തിലൊക്കെ പോയി പുഴുക്കൊക്കെ വെക്കുന്ന ഒരു ദിവസമാണ്. ആ ദിവസം തിരുവാതിര എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കൊണ്ടാടുന്നത്. അപ്പം നമ്മുടെ വീട്ടിലെ മുതിർന്ന സ്ത്രീകളൊക്കെ ആയിരിക്കും ആ പുഴുക്കൊക്കെ വെക്കുക, കല്യാണം കഴിച്ച സ്ത്രീകൾ. അപ്പോൾ അങ്ങനെ നല്ല കല്യാണം കഴിക്കാനുള്ള ചെറുപ്പക്കാർക്കായി നല്ല ഭർത്താവിനെ കിട്ടാനും അങ്ങനെയൊക്കെയുള്ള വ്രതങ്ങളാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ പുഴുക്കിലേക്ക് പോവാം. തിരുവാതിര പുഴുക്ക്. തിരുവാതിര പുഴുക്കിന് ആവശ്യമായ സാധനങ്ങൾ: കൂർക്ക, മധുരക്കിഴങ്ങ്, കാച്ചിൽ, ചേമ്പ്, പിന്നെ ഒരു കായ എടുത്തിട്ടുണ്ട്, ചേന, കപ്പ, കൂർക്ക, പിന്നെ വൻപയർ കുതിർത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ 8 സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിന്ന് പുഴുക്ക് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പുഴുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങളെല്ലാം നമ്മളിന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരണം. അപ്പം നമുക്ക് പുഴുക്കുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം. അപ്പം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം. നമുക്ക് തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പയർ കുതിർത്ത് അരിച്ചെടുത്തിരിക്കുന്നതാണ്. പയർ കുതിർത്ത് കഴിയുമ്പോൾ നമ്മൾ കഴുകി അരിച്ചെടുക്കണം, അല്ലെങ്കിൽ അതിനകത്ത് മണ്ണുണ്ടാവും. അത് വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുതിർത്താൽ മാത്രം പോരാ, നല്ലതുപോലെ അരിച്ചെടുക്കണം. വലിയ കല്ലും അതുമൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ നമ്മൾ ഈ കായും എല്ലാം നമ്മളിതിവിടെ അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കിഴങ്ങ് വർഗ്ഗങ്ങൾ, ധനുമാസത്തിലുണ്ടാകുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളാണ് നമ്മൾ തിരുവാതിര പുഴുക്കിന് ഉപയോഗിക്കുന്നത്. അപ്പം കിഴങ്ങ് വർഗ്ഗങ്ങളും പയർ വർഗ്ഗങ്ങളുമാണ് ഈ പുഴുക്കിന് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ടിത് വേവിച്ചെടുക്കാം. നമുക്ക് പയർ വേവിക്കാനിടാം. രണ്ടും ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ട് വേവിക്കുന്നത്. അപ്പം പയറിന് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ അത് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആദ്യം പയർ വേവിക്കാനായിട്ട് എടുക്കാം. അതിന് ശേഷം മറ്റൊരു കുക്കറിൽ കാവർഗ്ഗങ്ങളും അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങളും നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം രണ്ടും രണ്ടായിട്ട് വേവിച്ചെടുത്താൽ നല്ല അടിപൊളി തിരുവാതിര പുഴുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഒന്നിച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഈ പയറിൻ്റെ ആ കളറും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ഒരു കളർഫുൾ ആയി എന്ന് വരില്ല. അപ്പം നമുക്ക് ഇത് രണ്ടും രണ്ടായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം പയർ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അടപ്പ് കൊണ്ട് ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 2-3 വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാം. മറ്റൊരു കുക്കറിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം അതിലും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഈ കുക്കറിന് ഇച്ചിരി വലുതാണ്. അപ്പം നമുക്ക് ഇത്രയും വേണം, കുക്കറിൻ്റെ വലുപ്പം ഇത്രയും വേണം. ഇത്രയും കായും കിഴങ്ങ് വർഗ്ഗങ്ങളും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇത്രയും വലുപ്പത്തിലുള്ള ഒരു കുക്കർ ആവശ്യമാണ്. അപ്പോൾ അതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ പുഴുക്ക് വെക്കുമെങ്കിലും ധനുമാസത്തെ പുഴുക്കിനും അതിൻ്റെ ചേരുവകൾക്കുമൊക്കെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റെസിപ്പിയും വ്യത്യാസമുള്ളതാണ്. പിന്നെ അരയ്ക്കുന്ന രീതികളും വ്യത്യാസമാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇതിനകത്ത് കൊള്ളുകയും ചെയ്യും. അതാണ് രണ്ടും രണ്ടായിട്ട് ഞാൻ പിന്നെ പയർ വേവിക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഇതിനകത്ത് കൊള്ളില്ല. അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കുക്കറൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കാം.
കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം വെന്ത് നല്ലതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പയർ എങ്ങനെയാണെന്ന് നോക്കാം. പയറും ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. പയറും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്തതായിട്ട്. പുഴുക്കിൻ്റെ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുറി തേങ്ങയാണ് ചിരകിയതിട്ട് കൊടുക്കുന്നു. ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അരപ്പ് ഒന്ന് ചതച്ചെടുത്താൽ മതി, ഒരുപാട് അങ്ങോട്ട് അരയേണ്ട കാര്യമില്ല. ഒരുവിധം ഒന്ന് ചതച്ചാൽ മാത്രം മതിയാവും. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ജീരകമാണ്, കുറച്ച് ജീരകം. അത് നമ്മളെടുക്കുന്ന സാധനങ്ങളുടെ അനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പച്ചമുളക്, ഒരു വലിപ്പമുള്ള ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്ന വേപ്പില. ആളെ അനുസരിച്ച് നമ്മൾ ഈ ചേരുവകളായാലും കിഴങ്ങ് വർഗ്ഗങ്ങളായാലും അരിഞ്ഞെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റും. ഒരുപാട് ഉണ്ടാക്കാതെ നമ്മൾ ആവശ്യത്തിന് ഉണ്ടാക്കുക. അപ്പോൾ നമുക്കിനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പയറിനകത്തും നമ്മുടെ കിഴങ്ങ് വർഗ്ഗം വേവിക്കാൻ വെച്ചതിലും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലേശം അരപ്പിന് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന ലേശം മഞ്ഞൾപ്പൊടിയാണ്. ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ ചേരുവകൾ. അപ്പം അരപ്പിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇത്രയും. അപ്പോൾ ഇതിനകത്ത് ഇത് വരുന്നത് വെളുത്തുള്ളിയോ ചുവന്നുള്ളിയോ നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നോയമ്പൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ പുഴുക്കിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഉള്ളി വർഗ്ഗങ്ങളൊന്നും ചേർക്കാതെയാണ് നമ്മളിത് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരച്ചുകൊണ്ട് വരാം. നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ചതഞ്ഞ് മാത്രം കിട്ടിയാൽ മതി. ഇതേപോലെയാണ് അരപ്പരയേണ്ടത്. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഇളക്കി യോജിപ്പിക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. പയറും ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. നമ്മൾ ചേരുവകളെല്ലാം കൂടി ഒന്നിച്ചിട്ട് ഇതിനകത്തിട്ട് ഒന്ന് ഇളക്കണം. അതിന് ശേഷം നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. മുഴുവൻ അരപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കൂടി നമുക്കൊന്ന് ഉടച്ച് ഒന്ന് ഇതിനകത്തോട്ടൊന്ന് ചേർക്കണം. ഈ അരപ്പൊന്ന് അതിലേക്ക് പിടിക്കണം. അപ്പോൾ ഉപ്പ് 2 സമയത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കിഴങ്ങെല്ലാം വേവിക്കാൻ നേരത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അരയ്ക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പയറിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് വരുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ മാത്രം നമ്മളൊന്ന് ലേശം ഇട്ട് കൊടുത്താൽ മാത്രം മതി. പയർ ഒന്നിച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കപ്പയുടെയൊക്കെ കളറ് മങ്ങിപ്പോവും. അതുകൊണ്ടാണ് 2ആയിട്ട് വേവിച്ചത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് വേപ്പിലയും പച്ച വെളിച്ചെണ്ണയുമാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇതിൻ്റെ പുറത്തൊന്ന് തൂക്കി കൊടുക്കാം. അപ്പോൾ ഇതും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ പച്ച വെളിച്ചെണ്ണയുടെ ആ നല്ലൊരു സ്മെല്ലും വേപ്പിലയുടെ സ്മെല്ലും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് ഈ തിരുവാതിര പുഴുക്ക് ഇവിടെ
റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ തിരുവാതിര പുഴുക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റുള്ള ഒരു പുഴുക്കും കൂടിയാണ്. ഒരു പ്രസാദമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പോൾ അതിൻ്റേതായ രീതിയിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. വളരെ കറക്റ്റായിട്ട് ഉപ്പും നമ്മുടെ പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റും വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റും എല്ലാം ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതിൻ്റെ റെസിപ്പി. തിരുവാതിര പുഴുക്ക് എന്ന് പറയുന്ന പുഴുക്കിൻ്റെ റെസിപ്പി. അപ്പോൾ ഇതൊരു നല്ല ദിവസമായതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലതുപോലെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും വെച്ച് നോക്കുക. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും തിരുവാതിര ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വെച്ച് നോക്കണം. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് എത്രയും വേഗം എത്തുന്നതായിരിക്കും. താങ്ക് യു.